ഹായ് 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 പറ ഹായ് ഉമ്മ ഉമ്മ ഹായ് ഫ്രണ്ട്സ്, നിള എസ് എൻ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കല്ലേലി അപ്പൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒത്തിരി നാളായി ഞങ്ങൾ പോയിട്ട്. കല്യാണം കഴിഞ്ഞിടയ്ക്ക് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ നിളക്കുഞ്ഞായണയ്ക്കും നമ്മളൊരു 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി നാളുകൊണ്ട് പോകുന്നില്ല. അപ്പം നമ്മൾ കരുതി കല്ലേലി കാവിൽ പോയി തൊഴുകാമെന്ന്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമുക്കന്നേരം അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പം അമ്പലവും എല്ലാ കാര്യങ്ങളും നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ പൈനാപ്പിളിൻ്റെ ഒരു തോട്ടമാണ്. ഇവിടെ ഇഷ്ടം പോലെ പൈനാപ്പിളിൻ്റെ നട്ടിട്ടുണ്ട്. അത് അവിടെ ഒരു തോട്ടം പോലെ. അപ്പോൾ ഇത് പിടിച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. നല്ല കളർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. നമ്മളൊരു പ്രാവശ്യം വന്നപ്പോൾ ഇതെല്ലാം നല്ല പഴുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് നല്ല രസമായിരുന്നു കാണാൻ. ഇപ്പോൾ ഇതെല്ലാം പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് കുറേ സ്ഥലത്തുണ്ട്. എനിക്ക് തോന്നുന്നൊരു 2-3 ഏക്കറുണ്ട്. അപ്പം നമ്മൾ കണ്ട ഇവിടെ ഇങ്ങനെ ഒരു ചെക്കിംഗ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ അവിടെ റിസർവ് ഫോറസ്റ്റ് ഏരിയ ഈ കാണുന്നതല്ലേ. ഇനി അങ്ങോട്ട് അപ്പം കാവ് നിൽക്കുന്നിടോ അമ്പലം നിൽക്കുന്നിടോ എല്ലാം റിസർവ് ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം അതുകൊണ്ട് ആളുകളൊന്നുമില്ല. ഇവിടെ മൊത്തം കാടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ കാടാണ്. ഇതിൽ കുറേ അങ്ങോട്ട് ദൂരം ചെല്ലണം. നമ്മൾ കുറേയും കൂടി അങ്ങോട്ട് ചെന്നാലേ നമുക്ക് അമ്പലത്തിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മൊത്തം റിസർവ് ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ ഇതുവഴി കുറേ അങ്ങോട്ട് പോകുമ്പോഴേ നമ്മൾ കാവിലെത്തത്തുള്ളൂ. ഇവിടെ ഫുള്ള് വണ്ടികളൊക്കെ കിടക്കുന്നത് നമ്മുടെ ആ അമ്പലത്തിലേക്ക് വന്ന ആളുകളുടെ വണ്ടികളാണ്. ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം. അപ്പോൾ എപ്പോഴും ഒത്തിരി ഇഷ്ടം പോലെ ആളുകൾ വരുന്ന കാവാണ്. അപ്പം കല്ലേലി അമ്പലം എന്ന് പറയും. അപ്പം കല്ലേലിയിൽ അപ്പം നമ്മൾ പോകുന്നത് അവിടെ ഫുള്ള് എപ്പോഴും തിരക്കായിരിക്കും. നമുക്ക് ഏത് സമയം ചെന്നാലും അവിടെ ആളായിരിക്കും. നമ്മൾ ഇടയ്ക്ക് ഇവിടെ സ്ഥിരം വരുമായിരുന്നു. പിന്നീട് കുറേ നാളുകൊണ്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അന്നൊക്കെ വന്നതിനെക്കാട്ടിലും ആളുകളുടെ തിരക്ക് ഇപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ അമ്പലത്തിലെത്തി നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി തൊഴാൻ പോവുക. അപ്പം അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ കഴിഞ്ഞു ഗേസ്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ആളുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. നമ്മൾ തൊഴുതെല്ലാം മാറി നേർച്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ നിളമോൾ ആദ്യമായിട്ടാണ് ഈ കുരങ്ങിനെ കാണുന്നത്. പുള്ളി ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. ഇതിനെ കണ്ടിട്ട് നിള കടന്ന് അലറി ഭയങ്കര. അതിന് കുരങ്ങിൻ്റെ അടുത്ത് കളിക്കാൻ ചെല്ലുമായിരുന്നു പുള്ളി. കുരങ്ങിൻ്റെ കൂടെ കുറേ നേരമൊക്കെ നിന്ന് കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ്ട് ഗൈസ് ഈ കുരങ്ങിനെ കണ്ടോ? ഈ കുരങ്ങിന് ഒറ്റ കൈയേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഒരു കൈ മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ എന്താണ്ട് ഇവിടെ ഒരു ഫാമിലിയെ കണ്ട്. അവരൊരു ഫാമിലി ആയിട്ടിരിക്കുവാണ്. അച്ഛനും അമ്മയും കുഞ്ഞും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു കുഞ്ഞു കുരങ്ങിരിപ്പുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് ഞാൻ ഇങ്ങനെ സൂം ചെയ്തെടുത്തതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു അവരിയ്ക്കുന്ന കാണാൻ. ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവരതൊന്നും മൈൻഡാക്കാതെ അവരവരുടേതായ ജോലിയിൽ തലേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മറ്റേ കുരങ്ങിൻ്റെ അത് കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്ന്. നിളയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്ന് നമുക്ക് കുരങ്ങിനെ കണ്ടതാണ് നിളയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ ഓരോ ഉപദൈവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ എല്ലാം നേരത്തെ നമ്മൾ തൊഴുതായിരുന്നു. അത് കഴിഞ്ഞ് കഞ്ഞി കുടിച്ച്
അവിടുന്ന് പ്രസാദം ഉണ്ടായിരുന്നു, അന്നദാനം ഉണ്ടായിരുന്നു, പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി നമ്മൾ കുടിച്ച്, നിളമോളും ഇച്ചിരി കഞ്ഞിയെ കുടിച്ചുള്ളൂ. നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയും ഉണ്ടായിരുന്നു കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ ശാസ്താംകോട്ടയിലാണ് നമ്മൾ അമ്പലത്തിൽ ഇത്രയും കുരങ്ങന്മാരെ കണ്ടിട്ടുള്ളത്. ഇപ്പം ഇവിടെ വന്നപ്പം ഇവിടെയും അതുപോലെ തന്നെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. അപ്പം നമ്മൾ കൊല്ലത്ത് ശാസ്താംകോട്ടയിലും ഇതുപോലെ അമ്പലത്തിൽ എവിടെ നോക്കിയാലും കുരങ്ങന്മാരെ കാണാൻ കഴിയും. അതുപോലെ ഇവിടെയും കല്ലേലിയിലും എല്ലായിടവും കുരങ്ങന്മാരാണ്, ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. ഒരാൾ ചോറ് വാരി തിന്നുക. അപ്പോൾ നിങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നതിൽ ഈ കുരങ്ങന്മാരെ കണ്ടതാണ്. പിന്നെ ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമുണ്ട്, അത് നമുക്ക് പുറകെ കാണാം. ഇതാണ് നിളയ്ക്ക് ഏറ്റവും ഈ അമ്പലത്തിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടത്. ഇഷ്ടം പോലെ മീൻ, ആൾക്ക് മീനിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്ന് ഇവിടെ അച്ചൻകോവിലാറാണിത്. അച്ചൻകോവിലാറിൽ ഇഷ്ടം പോലെ മീനുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ അതിനെല്ലാം കൂടി കണ്ട് പുള്ളിക്കാരി മീനിനെ പിടിക്കാനായിട്ട് ആറിലിറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. കണ്ടേ ഇഷ്ടം പോലെ. അപ്പം ആളുകൾ വന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശരിക്കും ആ മീൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കാണാൻ വലിയ മീനാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആരും ഇതിനെ പിടിക്കത്തൊന്നുമില്ല, ഇത് കാവിലെ മീനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരും പിടിക്കുന്നതൊന്നുമില്ല. ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ആറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിയതിന് ഭയങ്കര കരച്ചിലായിരുന്നു നിളമോൾ. പിന്നെ കുരങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ച് പിന്നെ ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവുക. അപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.